ഹലോ ഗൈസ്. അപ്പോൾ 2 ദിവസത്തേക്ക് പണി ലീവാക്കിയതാണ്. ഒരു ട്രിപ്പ് പോകുന്നുണ്ട് പിള്ളേരപ്പുറം. അങ്ങനെ രാവിലെ എണീറ്റ് നമ്മുടെ I-20 എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ വണ്ടി ഒന്ന് കഴുകി എന്തായാലും കാറ് കഴുകിയതിനെ കൊണ്ട് ബൈക്കൊന്ന് ആറിക്കിടക്കായോ. അങ്ങനെ ബൈക്കും ഒന്ന് കഴുകി അങ്ങനെ വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കി വെച്ച് ഞാനൊന്ന് പോയി കുളിച്ച് റെഡി ആവട്ടെ. ഞാൻ കുളിച്ച് റെഡിയായി. ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ. അങ്ങനെ 2 ദിവസമുള്ളൂ, അതുകൊണ്ട് ചെറിയ ബാഗാണ്. അങ്ങനെ ചായ പിടിക്കാനായി താഴെ പോയി വെക്കുമ്പോൾ പത്തിരിയും മുട്ടക്കറിയും. അങ്ങനെ അതും കഴിച്ച് ഇറങ്ങി. അവിടുന്ന് നേരെ ശ്യാമിനെ കൂട്ടാൻ പോയി. ശ്യാമ കൂമുള്ളി വന്ന് നിന്നു. അങ്ങനെ ശ്യാമിനെയും കൂട്ടി അവിടുന്ന് പിന്നെ എല്ലാവരും വന്ന് ഞങ്ങൾ ബാലുശ്ശേരി എത്തി. ബാലുശ്ശേരി എത്തിയപ്പോൾ അവിടെ ഒരാൾ ബൈക്കുമ്പോൾ ചായ വെക്കുന്നുണ്ടായി. അങ്ങനെ ജിജീനെയും ആഷിമിനെയും ചാത്തനെയും കാത്തു നിൽക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ എല്ലാവരോടും ഒരു ചായയും കുടിച്ച്. ചായ കുടിച്ച് തീരുമ്പോഴേക്ക് ഒരു 3 ആളും എത്തി. ചാത്തൻ്റെ സ്പീക്കറൊക്കെ എടുത്തിട്ടാണ് വന്നത്. അങ്ങനെ ആഷിമ് ജിജിയൊക്കെ എത്തി. അവിടുന്ന് നേരെ കോക്കല്ലൂരുള്ള പമ്പ് കയറ്റി അവിടുന്ന് പെട്രോൾ അടിച്ച് 2 കാറുണ്ടായി, ഒരു I-10 ഒരു I-20. ഞങ്ങൾ 9 ആൾക്കാരുള്ള, അതുകൊണ്ട് 2 കാർ എടുത്ത് പോയി. അങ്ങനെ താമരശ്ശേരി എത്തിയപ്പോൾ നിതിൻ വരുന്നുണ്ട്. അങ്ങനെ നിതിനെയും കാത്ത് പോസ്റ്റ് അടിച്ചു. 1/2 മണിക്കൂർ അവനെയും കാത്തിരുന്ന ഞങ്ങളെല്ലാവരും. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം വേട്ടാവളിയും വന്നു. ആ വൈക്കോല് പോലത്തെ മുടിയുള്ള പൊട്ടറാണ് നിതിന്. അവിടെ ഞങ്ങൾ നേരെ ചുരം കയറി 4-ാമത്തെ വളവിലെത്തിയ ചായ കുടിക്കും. ഞങ്ങളെല്ലാവരോടും ഓരോ കട്ടനും കാടമുട്ടയും പറഞ്ഞ് അതാണ്ട് ഈ 2 കാറിലാണ് നമ്മൾ പോകുന്നത്. ഒന്ന് സാലീൻ്റെതും ഒന്ന് എൻ്റെതും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ കൽപ്പറ്റുള്ള ജലജ ബേക്കറി പോയി. ഇവിടുത്തെ ബട്ടർ ബണ്ണ് ഫേമസ് ആണ്. നിധി പോയി ഞങ്ങൾ 5 ആൾക്കും വേണ്ടിയിട്ട് 5 ബട്ടർ ബൺ വാങ്ങിക്കൊണ്ടുവന്ന്. അങ്ങനെ അത് കഴിച്ചു നോക്കി. ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. കിടില്ല സാധനം. ഉള്ളിൽ നല്ല ബട്ടറും പഞ്ചസാരയും അടിപൊളി. എല്ലാവർക്കും ഇഷ്ടമായി. 20 രൂപയുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് മീനങ്ങാടിക്ക് പോകുന്ന വഴിക്ക് ഉച്ചയായി. ഉച്ചയായപ്പം പിന്നെ എല്ലാവർക്കും വിശന്നു. അങ്ങനെ അവിടെ ഉള്ളൊരു വീട്ടിലൂണ് എന്ന് പറഞ്ഞൊരു കടയിൽ കയറി. കടയല്ല, ഒരു വീടാണ്. ഞങ്ങളവിടെ എത്തുമ്പോഴേക്ക് സവാദും ടീമും അവിടെ എത്തി. അവർ ഫുഡൊക്കെ ഓർഡറാക്കി. അപ്പോഴേക്കും നിധിക്ക് ആരോ ഒരു പണി കൊടുത്ത് അവർ ഫുഡ് കഴിച്ചതിൻ്റെ ബില്ല് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ ബില്ല് എഴുതാണ്. വെള്ളത്തിന് പൈസ ഉണ്ട്. അപ്പോഴേക്ക് ചോറ് വന്ന്. അങ്ങനെ സവാദ് തന്നെ എല്ലാവർക്കും ചോറും കറിയൊക്കെ വിളമ്പി കൊടുത്ത്. അങ്ങനെ ചോറൊക്കെ വിളമ്പിക്കഴിഞ്ഞ് ഞാനൊരു അയില പൊരിച്ചതും ഒരു മത്തി പൊരിച്ചതും പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റുണ്ട്. അവസാനം ഒരു പായസം തന്ന്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് പോയി. മീനങ്ങാടിയാണ് നമ്മൾ റിസോർട്ട് എടുത്തത്. അങ്ങനെ നമ്മുടെ റൂമിൻ്റെ മുമ്പ് തന്നെ നമ്മൾ 2 വണ്ടിയും പാർക്ക് ചെയ്ത്. അപ്പുറമൊക്കെ വേറെ റൂമുണ്ട്. ഇത് ഒരു കോട്ടേജ് പോലെ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ 3 റൂമുള്ളത്. കട്ടിൽ കണ്ട സന്തോഷത്തിൽ എല്ലാവരും ഭയങ്കര കളിയായി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് അടുത്ത കോട്ടേജ്. അവിടെ ഒന്നും ആരുമില്ല. ഈ സ്ഥലത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്ന്. അങ്ങനെ മെല്ലെ കിച്ചൻ്റെ സൈഡിലേക്ക്. ഇവിടുത്തെ മെയിൻ കിച്ചണുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡൊക്കെ തരിക. അവിടെ റൈറ്റ് സൈഡിലൊരു കുതിര ഉണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വെച്ച് ഡമ്മിയാണ്, പക്ഷേ ഡമ്മിയല്ല, അത് ഒറിജിനലാണ്. ഇവിടെ കയറിയപ്പം തന്നെ ഒരു മിനി സൂ പോലെയാണ്. ഇവിടെ കുറേ പ്രാവുകളും കോഴികളും എന്തൊക്കെയോ മൃഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ തന്നെ ഒരു ഷട്ടിൽ കോർട്ട് കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും ഷട്ടിൽ കളിക്കണം എന്നായി.
അങ്ങനെ ഷട്ടിൽ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങി രാത്രി ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സവാദ് ചിക്കനൊക്കെ കഴുകുകയാണ്. അങ്ങനെ രാത്രി ആയപ്പം പിന്നെ എല്ലാവർക്കും പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളി തുടങ്ങി. നിതിൻ്റെ ഈ ഡാൻസ് കണ്ട് മക്കളെ ചിരിച്ച് പണ്ടരടങ്ങിപ്പോയി. അങ്ങനെ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പൂളിലേക്ക് പോയി. പൂളിലിറങ്ങി വോളിബോളും കബഡിയൊക്കെ കളിച്ച് കുറേ നേരം പൂളിലിറങ്ങി കളിച്ചു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാങ്ങിയ ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ച് റെഡിയാക്കിയതായിരുന്നു. അങ്ങനെ ശ്യാം അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഈ റിസോർട്ടിലത്തെ സെറ്റപ്പൊക്കെ ഫുൾ അടിപൊളിയാക്കി തന്നെ. ഒരു DJ ഫ്ലോർ, ക്യാമ്പ് ഫയർ, ഫുഡ് കഴിക്കാനായിട്ടൊരു ഏരിയ, അങ്ങനെ അടിപൊളി സംഭവം. ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി സ്ഥലമാണ്. പൊറോട്ടയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാലീനെ കൊണ്ട് ഒരു കറി ഉണ്ടാക്കിപ്പിച്ച്. സാലി അടിപൊളിയായിട്ട് കറി വെക്കും. കറി ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി. എല്ലാ സ്ഥലത്തും സവാദിൻ്റെ കൈ എത്തണം. അതുകൊണ്ട് ഗ്രില്ല് ചെയ്യുമ്പം സവാദ് എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. വരുമ്പോൾ 10 മുട്ട വാങ്ങിനു. അപ്പോൾ നിതിനെ കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഓരോ ബുൾസൈ അടിപ്പിച്ചു കൊടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് അവിടെയും കൈ എത്തിപ്പിക്കാൻ വേണ്ടി സവാദ് വന്ന്. അങ്ങനെ സവാദ് ബുൾസൈ എല്ലാം കൂടി ഓംലെറ്റ് ആക്കി കൊടുത്ത്. ഫുഡൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ പാട്ട് വെച്ച് പിന്നെ ഡാൻസ് കളിച്ചെല്ലാവരും. പിന്നെ ആഷിമും ചാത്തനും കൂടെ നല്ലൊരു അടിപൊളി ഡാൻസും കളിച്ച്. അങ്ങനെ ഡാൻസ് എല്ലാം കളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനും പോയി. പൊറോട്ട മാത്രം നമ്മൾ ഓർഡർ ചെയ്തതാണ്. ബാക്കി ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കി. ചിക്കൻ ഗ്രില്ല് ചെയ്തത് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ കറി നല്ല കിടിലൻ സാധനം. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ജിജിയും സ്വാലിയും കൂടെ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത്. അങ്ങനെ സവാദിനോട് എല്ലാവർക്കും വേണ്ടി കട്ടൻ ഉണ്ടാക്കാൻ പറഞ്ഞ്. മണ്ടനാണെങ്കിൽ ഒരു 5-6 സ്പൂണ് ചായപ്പൊടി ഇട്ട്. ചായ കുടിക്കാൻ കൊള്ളൂലായിരുന്നു, ഭയങ്കര കപ്പ്. അങ്ങനെ വേറെ ചായ ഉണ്ടാക്കി. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കിടന്ന്. ഞാനും സവാദും ആഷിമും കൂടിയാണ് കിടക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി നാളെ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.